തൃശൂർ ചെറുതുരുത്തിയിൽ ദുരൂഹ സാഹചര്യത്തിൽ സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറം ചേറൂർ സ്വദേശി ധനലക്ഷ്മിയാണ് മരിച്ചത്. ധനലക്ഷ്മിയുടെ സുഹൃത്തായ വിജീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ധനലക്ഷ്മിയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് വിജീഷ് പോലീസ് സ്റ്റേഷനിലെത്തി വെളിപ്പെടുത്തുകയായിരുന്നു. ഇന്നുച്ചയ്ക്ക് 2 മണിയോടെയാണ് മലപ്പുറം തേഞ്ഞിപ്പാലം സ്വദേശിയായ വിജീഷ് പോലീസ് സ്റ്റേഷനിലെത്തുന്നതും 56-കാരിയായ ധനലക്ഷ്മി മരിച്ചതായി അറിയിക്കുന്നതും. തൃശൂർ ചെറുതുരുത്തിയിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് കഴുത്തു ഞെരിച്ച് ധനലക്ഷ്മിയെ കൊലപ്പെടുത്തിയെന്നായിരുന്നു മൊഴി. വിജീഷിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ തേഞ്ഞിപ്പാലം പോലീസ് ചെറുതുരുത്തി സ്റ്റേഷനിൽ വിവരമറിയിച്ചു. തുടർന്ന് പോലീസ് ചെറുതുരുത്തിയിലെ ഹന്ന ലോഡ്ജിലെത്തി നടത്തിയ പരിശോധനയിലാണ് ധനലക്ഷ്മി മരിച്ചതായി സ്ഥിരീകരിക്കുന്നത്. നർത്തകിയായ ധനലക്ഷ്മിയും വിജീഷും തമ്മിൽ ദീർഘനാളുകളായി സുഹൃത്തുക്കളായിരുന്നു. തന്നെ വിവാഹം ചെയ്യാൻ ധനലക്ഷ്മി നിർബന്ധിച്ചതാണ് കൊലപ്പെടുത്താൻ കാരണമെന്നാണ് ചോദ്യം ചെയ്യലിൽ വിജീഷ് പോലീസിനോട് പറഞ്ഞത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഇരുവരും ചെറുതുരുത്തിയിലെ ഹോട്ടലിലെത്തി റൂം എടുത്തത്. എന്നാൽ കൊലപാതകത്തിനു ശേഷം യുവാവ് രക്ഷപ്പെട്ടതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് തങ്ങൾക്കറിവില്ലെന്നാണ് ഹോട്ടൽ അധികൃതർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അതിൻ്റെ നടപടികൾ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടത്താനായിട്ട് നമ്മുടെ ചെറുതുരുത്തി ഇൻസ്പെക്ടർ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടപടികൾ ഇവിടെ നടക്കും. അതിൻ്റെ സയൻറ്റിഫിക് എക്സ്പെർട്ട് ടീംസൊക്കെ വന്നിട്ടുണ്ട്. നടപടികൾ വഴിയുണ്ടാവും. കൊലപാതകം ആണ് എന്ന് പറഞ്ഞാണ് ഈ പ്രതി മലപ്പുറത്ത് പോയി സറണ്ടറായത് ഒരു സ്റ്റേഷനിൽ. ഫോറൻസിക് പരിശോധനകൾക്ക് ശേഷം ധനലക്ഷ്മിയുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. തേഞ്ഞിപ്പാലം പോലീസിന്റെ കസ്റ്റഡിയിലുള്ള വിജീഷിനെ ചോദ്യം ചെയ്യുന്നതിനായും തെളിവെടുപ്പിനായും തൃശൂരിലെത്തിച്ചു. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് ചെറുതുരുത്തി പോലീസ് അറിയിച്ചു. ന്യൂസ് മലയാളം, തൃശൂർ.